ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിലെ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനാണ്. അതിൽ ഫസ്റ്റ് ലോ, അതിൻ്റെ വേറൊരു പേരാണ് ലോ ഓഫ് ഇനർഷ്യ. ഫസ്റ്റ് ലോ എന്തെന്ന് പറയാം. അതായത് ഒരു ബോഡി ഒരു ബോള് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോവുക. നമ്മളൊരു ഫോഴ്സ് കൊടുത്ത് തള്ളി, അന്നേരം ഉരുണ്ടുരുണ്ട് പോകും. ഇത് ഒരു ഫ്രിക്ഷൻ, അതായത് ഈ സർഫസ്, ഗ്രൗണ്ട് സർഫസ് ഒരു ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ ഇപ്പം 5 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ് പോകുന്നെങ്കിൽ അത് 5 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ അങ്ങ് പോയേനെ. പക്ഷേ ഇതിനകത്ത് ഫ്രിക്ഷൻ ഉണ്ടായതുകൊണ്ടാണ്, അതായത് ആ ബോളും ഈ ഗ്രൗണ്ടും തമ്മിലുള്ള ഫ്രിക്ഷൻ കൊണ്ടാണ് കുറേ നേരം കഴിഞ്ഞ് ഇത് നിൽക്കുന്നത്. അന്നേരം ഇവിടുന്ന് തെള്ളിയ, അതായത് ഒരു സ്മൂത്ത് സർഫസ്, ഫ്രിക്ഷൻ ഇല്ല, അങ്ങനെ സങ്കല്പിക്കുക. ഇവിടുന്ന് തെള്ളിയ ബോള് ഇങ്ങനെ തുടർന്ന് അതേ അവസ്ഥയിൽ അങ്ങ് പോകും. നമുക്ക് ഈ ബോളിനെ ഈ ഒരു പൊസിഷനിൽ വെച്ച് നിർത്തണമെങ്കിൽ ഒരു ബാഹ്യബലം, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം. ഇവർ എടുത്തു പറയുന്നുണ്ട് ഫസ്റ്റ് ലോയിൽ, എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കണം. എന്നാൽ മാത്രമേ ആ ബോഡി നിൽക്കത്തുള്ളൂ. എന്നിട്ട് ഈ ലോയിൽ വേറൊരെണ്ണം പറയുന്നതെന്ന് വെച്ചാൽ, അതായത് ഇത് ചലിക്കുന്ന വസ്തുവാണ്. ഈ മൂവ് ചെയ്യുന്ന വസ്തു അതേ അവസ്ഥ തുടരാൻ, അതേ സ്റ്റേറ്റ് തുടരാനാണ് അത് ആഗ്രഹിക്കുന്നത്. അതിന് പറയുന്ന പേരാണ് ഇനർഷ്യ, ടു റെസിസ്റ്റ് ചേഞ്ച്. ഇത് മൂവ് ചെയ്യുകയാണെങ്കിൽ അത് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പെട്ടെന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ വേറൊരെണ്ണം തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു, അത് പെട്ടെന്ന് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതും ഒരു ഇനർഷ്യ ഫോഴ്സ് ഉണ്ട്. ഈ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ വേറൊരു പേര് പറയുന്നുണ്ട്, ലോ ഓഫ് ഇനർഷ്യ. അന്നേരം ഇനർഷ്യ ഫോഴ്സ് പറയുന്ന ഏത് ലോയിലാണെന്ന് ചോദിക്കും. അത് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ആണ്. അടുത്തത് വേറെ കുറേ ഉദാഹരണമുണ്ട്. അതായത് നമ്മൾ ഫാൻ ഇടുമ്പം അതൊന്ന് കറങ്ങി വരാൻ കുറച്ച് സമയം എടുക്കും. അന്നേരം അത് റെസ്റ്റിലായിരുന്നു, അത് ആ ഒരു സ്റ്റേറ്റിൽ തന്നെ നിൽക്കാനാണ് അത് ആഗ്രഹിക്കുന്നത്, ആ ബോഡി. അതിന് പറയുന്നതാണ് ഇനർഷ്യ. ആദ്യം ഒരു കുറച്ച് സമയത്ത് ആ റെസ്റ്റിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കും, എന്നിട്ടേ പയ്യെ കറങ്ങി വരത്തുള്ളൂ. ഫാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാലോ, കറങ്ങുന്ന ഫാൻ ഓഫ് ചെയ്താൽ അത് സ്പീഡ് കറങ്ങിക്കൊണ്ടിരിക്കും, പയ്യെ അത് നിൽക്കത്തുള്ളൂ. അതും ഇനർഷ്യയുടെ ഒരു ഫലമായിട്ടാണ്. First law of inertia. Every body continues in its state of rest or of uniform motion in a straight line unless compelled by an external unbalanced force to change that state. ഇതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ഏതൊരു ബോഡിയും ആ അവസ്ഥ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു, റെസ്റ്റ് ആയാലും അല്ലെങ്കിൽ യൂണിഫോം മോഷൻ ആയാലും, എപ്പോൾ വരെ ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കുന്നത് വരെ അത് ആ അവസ്ഥയിൽ തന്നെ തുടരും. ഇതാണ് ഫസ്റ്റ് ലോ, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷനിലെ ഫസ്റ്റ് ലോ പറയുന്നത്. അടുത്ത ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. അത് പറയുന്നത്, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആൻഡ് ടേക്സ് പ്ലേസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ്. ഉദാഹരണത്തിന് ഒരു ബോൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ എത്തിയപ്പം ഇതിൻ്റെ മാസ് ആണ്. ഏതോ ഒരു വെലോസിറ്റി, നമുക്ക് ആ ഒരു വെലോസിറ്റി മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, യു എന്ന് പറയുന്ന വെലോസിറ്റി. ഞാൻ ഇതിനെ പിടിച്ച് ഒരു സ്പീഡിലാക്കിയപ്പം അത് സ്വാഭാവികമായിട്ട് അത് ഉരുണ്ട് ഇവിടെ എത്തും, സ്പീഡിലാക്കി. അന്നേരം മാസി മാറ്റമില്ല, വെലോസിറ്റി എന്താണ്, കൂടി. അന്നേരം അതിന് നമുക്ക് ഫൈനൽ വെലോസിറ്റി വി ആയിട്ട് എടുക്കാം. ഇതിനകത്ത് മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ, മൊമെൻറ്റം എന്ന് ചോദിച്ചാൽ മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. മാസ് ഇൻറ്റു വെലോസിറ്റി ആകുമ്പം യൂണിറ്റ് എത്ര ആയിരിക്കും, മാസിൻ്റെ കിലോഗ്രാം, മാസിൻ്റെ യൂണിറ്റ് എഴുതുക, കിലോഗ്രാം ഇൻറ്റു വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ്. ഒരുമിച്ച് ചേർത്ത് വിളിക്കുമ്പം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ്, കിലോഗ്രാം. ഇനി ഇതിൻ്റെ ഇനിഷ്യൽ മൊമെൻറ്റം നമുക്ക് പി എന്ന് പറഞ്ഞെടുക്കാം. മൊമെൻറ്റത്തെ സൂചിപ്പിക്കുന്നത് പി ആണ്.
ഇനിഷ്യൽ മൊമെൻറ്റം P1 എന്ന് എടുക്കാം. രണ്ട് മൊമെൻറ്റം ഉണ്ടായിട്ട് മാസ് ഇൻറ്റു വെലോസിറ്റി. ഇവിടെ വെലോസിറ്റിക്ക് U ആണ് കൊടുക്കുന്നത്, ഇനിഷ്യൽ വെലോസിറ്റി. ഫൈനൽ മൊമെൻറ്റം എന്ന് പറയുന്നത് P2 ഈസിക്കൽ ടു M ഇൻറ്റു വെലോസിറ്റി B. ഇതിനകത്ത് ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണ് ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനിഷ്യൽ മൊമെൻറ്റം. ഇതിനകത്ത് ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയുന്നത് ഇതിനകത്ത് ഒരു ബോഡി ഇങ്ങനെ ഒരു ബോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നേ, ഇവിടെ എത്തിയപ്പോൾ അതിൻ്റെ വെലോസിറ്റി യുവും മാസ് എന്താണ് എം ആണ്. ഞാനൊരു തള്ളി അന്നേരം അതിൻ്റെ സ്പീഡ് കൂടി. അന്നേരം ഈ ഒരു പൊസിഷനിൽ എത്തിയപ്പം അതിൻ്റെ വെലോസിറ്റി കൂടിയല്ലോ. ആ വെലോസിറ്റി ക്യാപിറ്റൽ V, പിന്നീട് മാസ് എം. മാസിനകത്ത് വ്യത്യാസമില്ല. ഇതിനകത്ത് മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ, മൊമെൻറ്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു എന്താണ് വെലോസിറ്റിയാണ്. അതിൻ്റെ യൂണിറ്റ് കണ്ടെത്താൻ എളുപ്പമാണ്. മാസിൻ്റെ കിലോഗ്രാം, പിന്നെ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ്. ഒരുമിച്ച് എഴുതുമ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇവിടുത്തെ ഇനിഷ്യൽ മൊമെൻറ്റം നമുക്ക് കാണാം. ഇനിഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത് നമുക്ക് രണ്ട് മൊമെൻറ്റം ഉണ്ടായതുകൊണ്ട് ഈ മൊമെൻറ്റം P1, ഈ മൊമെൻറ്റം P2. ഇനിഷ്യൽ മൊമെൻറ്റം P1 എന്ന് പറയുന്നത് M ഇൻറ്റു U, ഇവിടുത്തെ P2 ഫൈനൽ മൊമെൻറ്റം M ഇൻറ്റു V. ഇനി എഴുതേണ്ടത് ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് ഞാൻ ഡെൽറ്റ P എന്ന് കൊടുക്കുക. ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനിഷ്യൽ മൊമെൻറ്റം. ഫൈനൽ മൊമെൻറ്റം എത്രയാണ്? എം വി മൈനസ് എം യു. എം കോമൺ ആണ്, രണ്ടിടത്തും മാസിന് വ്യത്യാസമില്ല. എം വി മൈനസ് യു. ഇതാണ് ചേഞ്ച് മൊമെൻറ്റം. ഇനി ഇതിനകത്ത് ഇത് ചേഞ്ച് മൊമെൻറ്റമാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് വെച്ചാൽ അതിൻ്റെ അടിയിലൊരു ടൈം വരും. റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ എന്തുണ്ട്? ടൈമുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം അന്നേരം ഡെൽറ്റ പി ചേഞ്ച് മൊമെൻറ്റമാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഡെൽറ്റ പി ബൈ ടി. അന്നേരം നമുക്ക് ഡെൽറ്റ പി അറിയാം, എം ഇൻറ്റു വി മൈനസ് യു ആണ്. അന്നേരം എം ഇൻറ്റു വി മൈനസ് യു എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെൻറ്റം ആയുള്ളൂ. അന്നേരം ഇവിടെ ഒരു ടി ഇട്ട് കൊടുത്താലോ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അതായത് ആക്സലറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി. അതുകൊണ്ടാണ് വി മൈനസ് യു എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. ഫൈനൽ മൈനസ് യു, അന്നേരം ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ് ആക്സലറേഷൻ. അന്നേരം ഡെൽറ്റ പി ബൈ ടി എ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തെ ഇത് അവിടെ ഇട്ട് കൊടുക്കുമ്പം എം ഇൻറ്റു എ. എം ഇൻറ്റു എ എന്ന് വെച്ചാൽ ആരാണ്? ഫോഴ്സ്. അന്നേരം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് എന്തിന് ഈക്വലാ? ഫോഴ്സിന് ഈക്വലാണ്. ഇതാണ് സെക്കൻഡ് ലോ. അന്നേരം സെക്കൻഡ് ലോ എന്ന് വെച്ചാൽ ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനിഷ്യൽ മൊമെൻറ്റം ആണ് എന്താണ്? ചേഞ്ച് ഇൻ മൊമെൻറ്റം. പിന്നീട് എന്നിട്ട് അതിനകത്ത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എടുത്തു കഴിഞ്ഞാൽ എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി വരും. അതെന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, ആക്സിലറേഷൻ ഈക്വലാണ്. അന്നേരം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് ഫോഴ്സിന് ഈക്വലാണ്. ഇതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആൻഡ് ടേക്സ് പ്ലേസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ്. ഇതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈക്വൽ ടു എന്താണ്? ഈ അൺബാലൻസ്ഡ് ഫോഴ്സിന് പുറമേ ഞാൻ ഈ കൈവച്ച് തള്ളിയ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. ഇതാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ. Newton's third law. To every action, there is an equal and opposite reaction. Third law. അതായത് ഒരു റോക്കറ്റ്
ഇത് പുറത്തു വിടുന്നത് അതിനകത്തൊരു പ്രൊപ്പൾഷൻ ഉണ്ട്, അത് ജ്വലിക്കുന്നു. അതെന്ന് വെച്ചാൽ പുറത്തു വിടുന്നത് ത്രസ്റ്റ് ഫോഴ്സാണ്. ഫോഴ്സ് ഇങ്ങോട്ടാണ്, അതിൻ്റെ ഫലമായി റിയാക്ഷൻ ആയിട്ടാണ് മേളിലോട്ട്, അതിന് ഈക്വലുമാണ് ഓപ്പോസിറ്റുമാണ്. റിയാക്ഷൻ ആയിട്ടാണ് എന്ത് പോകുന്നത്, റോക്കറ്റ് മേളിലോട്ട് പോകുന്നത്. അതുപോലെ ഈ തുഴയുന്നത്, വള്ളത്തിൽ പോകുന്നത്, വള്ളം ഇങ്ങനെ ആണെന്നിരിക്കട്ടെ, തുഴയുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടാ, ഫോഴ്സ് കൊടുക്കുന്ന ഇങ്ങോട്ടാ, അതിൻ്റെ റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് വള്ളം മുന്നോട്ട് പോകുന്നത്. ഇത് 5 ന്യൂട്ടൺ ആണെങ്കിൽ അതിൻ്റെ റിയാക്ഷനും 5 ന്യൂട്ടൺ തന്നെയാണ്. ഡയറക്ഷൻ എങ്ങോട്ടാണ്, ഇതിന് ഈ ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് അന്നേരം മൈനസ്. ഈ ഫോഴ്സ് 20 ന്യൂട്ടൺ ആണെങ്കിൽ റിയാക്ഷനും 20 ന്യൂട്ടൺ തന്നെയാണ്, പക്ഷെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, ഇത് പ്ലസ് ആയിട്ട് എടുത്താൽ ഇത് മൈനസ്, കാര്യം ഓപ്പോസിറ്റ് ഡയറക്ഷൻ.